SPCക്ക് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. SPCയുടെ പൂർണ്ണ രൂപം എന്താണ്? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റാണ് പൂർണ്ണരൂപം. SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? P. വിജയൻ IPS ആയിരുന്നു. കേരളത്തിൽ SPC ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? വർഷമാണ് 2010 ഓഗസ്റ്റ് 2 SPCയുടെ പതാകയുടെ നിറം എന്താണ്? SPCയുടെ പതാകയുടെ നിറം നീലയാണ്. SPC പതാക എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അച്ചടക്കത്തിലും സർഗാത്മികതയിലും അധിഷ്ഠിതമായ ദേശീയ അഖണ്ഡതയാണ് സൂചിപ്പിക്കുന്നത്. സ്കൂപ്പ് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ് കായിക ഇനമായി വരുന്നത്. ഭൂപടത്തിൽ തരിശു ഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം വെളുപ്പ് നിറമാണ് തരിശുഭൂമിയെ രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ നിലവിലെ ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ നിലവിലുള്ള ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. സ്കൂളിൽ SPC സ്കീം ആരംഭിച്ചത് എന്നാണ്? അപ്പോൾ സ്കൂളിൽ SPCയുടെ ആരംഭിച്ചത് 2010 ഓഗസ്റ്റ് 27 നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രി, അല്ലെ ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ കുട്ടികളുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് N. ഷംസുദ്ദീനാണ്. SPCയുടെ കേഡറ്റ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമുണ്ട്, അല്ലെ കേഡറ്റ് ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഓഗസ്റ്റ് 27 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സ്കീമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു വെബ് പേജ് ഉണ്ട്. ആ വെബ് പേജ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതുവഴിയാണ് എല്ലാം അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. www.studentpolicecadet.org. SPC സ്കീമിൻ്റെ കീഴിൽ സ്കൂൾ തലത്തിൽ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയുന്ന പേര് എന്താണ്? ഡ്രിൽ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ DI എന്ന് പറയും. SPC പദ്ധതിയായി ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ചിരിക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ലൈൻ നമ്പർ തന്നെയുണ്ട്. അതിനായിട്ടുള്ള നമ്പറാണ് 9497900200 94 97 900 200. ഈ നമ്പറാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമുക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ആയതുകൊണ്ടാണ്. അത് നമ്മുടെ എറണാകുളത്താണ്. അപ്പോൾ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ SPCയുടെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ SPCക്കുമായിട്ടൊരു ആസ്ഥാനമുണ്ട്. ആസ്ഥാനം വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് SPCയുടെ ആസ്ഥാനം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.